എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോംബ് ഭീഷണി കൊച്ചിയിലും എത്തിയിരിക്കുന്നു എന്ന വാർത്ത കണ്ടു. ഹൈക്കോടതിയിലേക്ക് ഭീഷണി സന്ദേശം അയച്ച ID-യിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇവിടെയുള്ള കാര്യാലയത്തിലേക്കും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ഏത് നിമിഷവും നാം എല്ലാം ഒരു തീഗോളമായേക്കാം, അല്ലെങ്കിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടേക്കാം എന്ന ഒരു ചിന്ത ഉത്കടമായി വരുന്നു. അപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നെ പോകണമല്ലോ. സ്വതവേ ഞാൻ സ്വകാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇൻഹിബിഷൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പിന്നെ ആവട്ടെ എന്ന് നീട്ടി ഇതുവരെ എത്തിച്ചു. ഞാനും കാലത്തിനൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി തന്നെയാണല്ലോ. ജീവിതം അതിൻ്റെ എല്ലാ സങ്കീർണതകളോടും കൂടി കാണുകയും സ്വീകരിക്കുകയും ചെയ്ത, ജീവിതത്തെ സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സങ്കീർണത നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും. വളരെ സങ്കീർണമായ ജീവിത മുഹൂർത്തങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് കശ്മീരിലെ ബോംബാക്രമണത്തെ ഉള്ള വാർത്ത കണ്ടപ്പോൾ അതിൽ പേര് ചോദിച്ചു ഉടുതുണി ഊരി നോക്കി ഒക്കെയാണ് അവരെ കൊന്നതെന്ന് പറയുന്നു. അപ്പോൾ 34 കൊല്ലം മുന്നേ ഉള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഈ പേരിലെ എനിക്ക് വെറും 21-22 വയസ്സ് കാലമുള്ള സമയത്ത് പേരിടുമ്പോൾ ഞാൻ വളരെയധികം ജാഗ്രത പുലർത്തിയിരുന്നു. ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് തന്നെ ശബ്ദധാരാവലിയും പുരാണിക് എൻസൈക്ലോപീഡിയയും ഒക്കെ നിർത്തി നോക്കി പേരുകൾ പരതുമായിരുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ. ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ ആൺകുഞ്ഞിൻ്റെ പേര് ഞാൻ തിരഞ്ഞെടുത്തില്ല. അങ്ങനെ തിരഞ്ഞെടുത്ത പെൺകുഞ്ഞുങ്ങളിലെ ഒരുപാട് പേരുകളിൽ നിന്ന് ലോഭമുദ്ര എന്നുള്ളൊരു പേര് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷെ പിന്നീട് ചിന്തിച്ചു, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് കുഞ്ഞിന് വേണ്ട എന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിൽ അന്ന് എന്തോ മുസ്ലിം തീവ്രവാദികൾ ആണെങ്കിൽ അത് അഗ്നിവേശ് എന്നുള്ള പേര് കേട്ടാൽ ചിലപ്പോൾ കുഞ്ഞിനെ, അല്ലെങ്കിൽ ലോപമുദ്ര എന്നുള്ള പേര് കേട്ടാൽ ആ കുഞ്ഞിനെ വകവരുത്തിയാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. എൻ്റെ സന്ദേഹം എൻ്റെ ജീവിത പങ്കാളിയായി പങ്കുവയ്ക്കും. അദ്ദേഹവും പറഞ്ഞു, പ്രതീകാത്മകമായ പേരുകൾ മാത്രം തിരഞ്ഞെടുത്താൽ മതി. ബഷീർ പറഞ്ഞ പോലെ ആകാശമിട്ടായി, നക്ഷത്രം എന്നിങ്ങനെയുള്ള പേര്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അന്ന് വായിക്കുന്ന കാലം ആയതിനാൽ പേരുകളിങ്ങനെ 100 പേജ് 200 പേജ് പുസ്തകത്തിൽ പേരുകൾ കുറിച്ചു വച്ചിരുന്നു. പേര് ജീവൻ തന്നെ എടുത്തേക്കാമെന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞായിരുന്നില്ല. അതിൻ്റെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നു എന്ന് പറയരുത്. ആൺകുഞ്ഞായപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത് പെൺകുഞ്ഞിനെ ആയിരുന്നു. ആരോഗ്യമുള്ള കുഞ്ഞല്ലേ, പക്ഷെ അന്ന് കുഞ്ഞു പ്രായമല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു പക്വതയുണ്ടായിട്ടുള്ളൂ. പിന്നീട് ആൺകുട്ടി വന്നതിന് ശേഷം പേരിടൽ അങ്ങോട്ട് നീട്ടിവെച്ചു. പക്ഷേ കുഞ്ഞിനെ നക്ഷത്രക്കുട്ടൻ എന്ന് പേര് വിളിച്ചു. അന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച ഒരു സമയമായിരുന്നു. അപ്പോൾ അതിലെ നക്ഷത്രക്കുട്ടൻ
രവിമാഷിൻ്റെ അമ്മ രവിമാഷെ വിളിക്കുന്നതാണ് നക്ഷത്രക്കുട്ടൻ. അത് വല്ലാതെ ആ പേര് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനെ നക്ഷത്രക്കുട്ട എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് പേര് അന്വേഷിച്ച് പരതി വന്നപ്പോൾ ആയുർവേദ ബിസിനസ്സായിരുന്നു, വ്യവസായമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അഗ്നിവേശ് എന്ന പേര് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇരു കൂട്ടർക്കും സന്ദേഹം ഉണ്ടായിരുന്നു, അഗ്നിവേശ് എന്ന പേര് ഒരു ഹിന്ദു മത വിഭാഗത്തിൻ്റെ പേരല്ലേ? പക്ഷെ ആയുർവേദം ഭൂമിയിൽ എത്തിച്ച ഒരു ഋഷി എന്ന നിലയിലാണ് അഗ്നിവേശ് എന്ന പേര് ഇട്ടത്. പിന്നീട് എപ്പോഴെങ്കിലും മാറ്റാം, തൽക്കാലം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഗ്നിവേശ് എന്ന് കൊടുക്കണമല്ലോ എന്ന രീതിയിൽ അത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും പുതിയ പല പല പേരുകൾ വെച്ച് നോക്കിയിട്ടും ആ കുഞ്ഞിന് അഗ്നിവേശ ആവാനുള്ള നിയോഗമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പേര് ഒരിക്കലും പലവട്ടം മാറ്റാൻ ശ്രമിച്ചിട്ടും ആ പേരിന് തുല്യമായിട്ടുള്ളൊരു ഒരു ഒരു ഘനം വരുന്നത്, അല്ലെങ്കിൽ ഒരു ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ ആ പേരാണ് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. പേര് മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിഞ്ഞില്ല. രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോൾ കുറച്ചും കൂടി വായനയുടെ സ്വഭാവം മാറി, ഗൗരവമേറിയ വായനകൾ വീണ്ടും വന്നു. ആ കാലഘട്ടത്താണ് മഹമ്മൂദ് ദർവിഷിൻ്റെ, ഇറാനിയൻ പോയറ്റായ മഹമ്മൂദ് ദർവിഷിൻ്റെ കവിതകൾ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മഹമ്മൂദ് ദർവിഷ് എന്ന പേരിടാമെന്ന് ചിന്തിച്ചപ്പോൾ അതിൽ മഹമ്മൂദ് കിടക്കുന്നുണ്ട്, അത് മുസ്ലിം പേരാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു അത് മതമൈത്രി ആവട്ടെ, സെക്യുലർ ആവട്ടെ, ഒരു കുട്ടിക്ക് ഹിന്ദു പേരും ഒരു കുട്ടിക്ക് മുസ്ലിം പേരും ആവട്ടെ എന്ന് കരുതി. പക്ഷെ അത് സുഖകരമായ രീതിയല്ല. മഹമ്മൂദ് ദർവിഷിനെ പെട്ടെന്ന് മുസ്ലിം പേരാണെന്ന് തോന്നുമ്പോൾ അത് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട്. പക്ഷേ കവിതകൾ, മഹമ്മൂദിൻ്റെ കവിതകൾ അങ്ങേറ്റം നെഞ്ചിലേറ്റി നടന്നിരുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ദർവീഷിനെ വിടാനും കഴിഞ്ഞില്ല. അങ്ങനെ ദർവീഷ് എന്ന് മാത്രം പേരിട്ടു രണ്ടാമത്തെ കുട്ടിക്ക്. ഒരാൾ അഗ്നിവേശും ഒരാൾ ദർവീഷും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പേര് കൊണ്ട് ആളുകൾ കൊല്ലപ്പെടും എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പേരിടുമ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള തലമുറയിലുള്ള ആൾക്കാർ വളരെ സിംബോളിക്കായിട്ടുള്ള പേരുകൾ നെയിമിങ് സെറിമണിക്ക് മുന്നേ കണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ മാറ്റിയിടുക. നമ്മളെല്ലാവരും ഇനി ഒരു മതത്തിനെയോ ഒരു ജാതിയിനെയോ പ്രതിനിധാനം ചെയ്യുന്ന പേരുകൾ കുഞ്ഞുങ്ങൾക്കിടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞിനെ കുയിലേ എന്നോ പൈങ്കിളി എന്നോ അല്ലെങ്കിൽ മയിലേ എന്നോ മൈനേ എന്നോ നക്ഷത്രം എന്നോ അല്ലെങ്കിൽ പൂവേ എന്നോ തെന്നൽ എന്നോ ഒക്കെയുള്ള പേരുകൾ ഇടാൻ ശ്രമിക്കുക. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള സ്പർദ്ധയും വൈരാഗ്യവും ഇല്ലാതാവാൻ കുറച്ചും കൂടി പ്രതീകാത്മകമായ പേരുകൾ ഇടുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ 21-22 വയസ്സായ എനിക്ക് അന്ന് തോന്നിയിരുന്നു. അതിനെ ബലപ്പെടുത്തുന്ന, ആ തോന്നലിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു 10-34 കൊല്ലം മുന്നേ എൻ്റെ മനസ്സ് പോയത്. പേരിടുമ്പോൾ പ്രതീകാത്മകമായ പേരുകൾ ഇടുക എന്ന് ഞാൻ പറയുന്നു. കുറച്ചും കൂടി നന്നായിരിക്കും, അത് കുറച്ചും കൂടി മനോഹരമായിരിക്കും അത്, അല്ലേ? അതിനു മുന്നേ ബഷീർ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ബഷീറിൻ്റെ ആ നോവൽ ഞാൻ വായിച്ചതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുള്ളത്. നോവലിൻ്റെ പേര് എന്താ പ്രേമ, ഓക്കോട്ടെ, പിന്നെ ഓർമ്മക്കുറവ് വരുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് സംസാരം ഞാൻ വായനാനുഭവം വരെ പറയൽ നിർത്തിയത്. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഭീകരവാദികളുടെ കശ്മീർ സ്ഫോടനവും ഭീകരവാദികളുടെ ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസിനെയും പേര് ചോദിച്ച് തുണിയിരിഞ്ഞു നോക്കി ഉറപ്പ് വരുത്തി കൊന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത് ഈ കാര്യമാണ്. പുതുതലമുറയോട് പറയാനും എനിക്കുള്ളത് അതാണ്. പേരുകൾ പ്രതീകാത്മകമാക്കുക. പേരിൽ നിന്ന് തന്നെ ജാതി മാറ്റേണ്ടതുണ്ട്. ഇനി അവർക്കിപ്പോൾ ഞാൻ പേര്, അപ്പോൾ പിന്നീട് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താ എൻ്റെ പേര് നിഷ എന്നാണ്.
പെട്ടെന്ന് ജാതി മനസ്സിലാവില്ല. കാരണം എല്ലാ സമുദായത്തിലും നിഷ എന്നുള്ള പേരുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ എനിക്കിട്ട പേര് ഉർവശിയാണ്. എൻ്റെ അമ്മ കുറച്ച് മോഡേണൈസ് ചെയ്തിട്ടാണ് നിഷ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പേരിടേണ്ടത് ഉർവശി, നിഷ, ഫാത്തിമ എന്നൊക്കെ ആക്കണം. അതുപോലെ മൂന്ന് കമ്മ്യൂണിറ്റിയുടെയും മതങ്ങളിലെയുമുള്ള പേര് ചേർക്കുക. അത് ജ്യോതി, മറിയം ജ്യോതി നസീറ എന്നൊക്കെ ആക്കണം പേര്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മതവും ജാതിയും മാറും. പുതുതലമുറയ്ക്ക് അങ്ങനെ ഒരു റവല്യൂഷൻ, അങ്ങനെ ഒരു വിപ്ലവം നാമകരണത്തിലൂടെ ഒരു വിപ്ലവം, നെയിമിങ്, കുട്ടികളുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിപ്ലവമൊക്കെ നടത്താൻ സാധിക്കും. ഇതിനെ പ്രതിഷേധം എന്ന നിലയിൽ പേരുകൾ മാറ്റാം. എൻ്റെ പേര് വേണമെങ്കിൽ ഉർവശി, നിഷ, ഫാത്തിമ എന്നൊക്കെ ആക്കാം. അതുപോലെ കുഞ്ഞുങ്ങളുടെ പേരിലും അത്തരം മാറ്റങ്ങൾ വരുത്തട്ടെ. ഇനി പേര് ചോദിച്ച് ഒരു കൊലപാതകം വേണ്ട. കാരണം ഇത് ആരെയും പേടിച്ച്, എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിനെ എതിരെ ഒരു ചെറിയ മൂവ്മെൻ്റ് എന്ന രീതിയിൽ പേരുകൾ തന്നെ പേരുകളിൽ തന്നെ മാറ്റം ഉണ്ടാവട്ടെ, പേരുകളിൽ തന്നെ വിപ്ലവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. നന്ദി, നമസ്കാരം.